Hi, hello. Welcome to yet another video of Garage 51. അപ്പോൾ ഇന്നത്തെ വീഡിയോ EFI ആയിട്ടുള്ളൊരു വണ്ടി നമ്മൾ കാർബറേറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് BS6 മോഡൽ വണ്ടിയാണ്, 2022 സ്റ്റാൻഡേർഡ് 350 ആണ്. അപ്പോൾ ഇത് BS6 ആണ്. അപ്പോൾ ഇതിൻ്റെ ഇലക്ട്രിക്കൽ പാർട്സ് എല്ലാം BS3ലോട്ട് ചേഞ്ച് ആക്കണം, കാരണം ഇത് കാർബറേറ്ററിലോട്ട് മാറ്റുമ്പോൾ. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ഈ ഒരു EFI പാർട്ട് എന്ന് പറയുന്നത് കേട്ടോ. ഇതിനെ നമ്മൾ ഈ ഒരു കാർബറേറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുന്ന വീഡിയോ ആണ് ഞാൻ ഇന്ന് കാണിക്കാൻ പോകുന്നത്. കൂടാതെ തന്നെ ഇതിൽ കുറച്ചധികം വർക്ക് നമ്മൾ നോർമലി ചെയ്യുന്ന പോലെ ഒരു റോളോണിൻ്റെ ബ്രാസ്കറ്റ് നമ്മൾ ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. പിന്നെ നമ്മൾ വീൽ അലൈൻമെൻ്റ് ഒക്കെ ചെക്ക് ചെയ്തതിന് ശേഷം 2 റേസിൻ്റെ ടയേഴ്സും ഫ്രണ്ടും റിയറും 2 റേസിൻ്റെ ടയേഴ്സും ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിതിനി ഈ ഒരു കാർബറേറ്ററിൽ കൺവേർട്ട് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി ആ കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യും. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. ഇതിൻ്റെ സ്റ്റെമ്മും കാര്യങ്ങളൊക്കെ നമ്മൾ ബെൻഡ് അടിച്ചിട്ടുണ്ട് കേട്ടോ. ഓൾറെഡി ബെൻഡായിട്ടുള്ള സ്റ്റെമ്മായിരുന്നു. അപ്പോൾ നമ്മൾ ബെൻഡ് അടിച്ചു. നമ്മളിപ്പോൾ ഹെഡൊക്കെ ഒന്ന് അയച്ചതിന് ശേഷം ഈ കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടാണ് നമ്മൾ കാർബറേറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യുള്ളൂ. അപ്പോൾ നമ്മൾ സ്റ്റെമ്മും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ ടയർ ഫിറ്റ് ചെയ്യാൻ പോവാണ്. ടയർ ഫിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഫ്യൂൽ ഇഞ്ചക്ഷനായിട്ടുള്ള EFI ചേഞ്ച് ചെയ്തിട്ട് കാർബറേറ്ററിലോട്ട് കൺവേർട്ട് ആക്കുള്ളൂ. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ വണ്ടീനെ നോർമലായിട്ട് നമുക്ക് നിർത്താൻ പറ്റും. ഇപ്പോൾ ഇതിൽ ജാക്കിയിലും പിന്നെ സെൻട്രൽ സ്റ്റാൻഡിലൊക്കെയാണ് ഈ വണ്ടി ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ ഇതിൽ ഡിസ്കൊക്കെ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. നമ്മൾ ഫ്രണ്ട് ടയറിൻ്റെ ഫിറ്റിംഗ് ഓൾമോസ്റ്റ് കഴിഞ്ഞു കേട്ടോ. ഓൾമോസ്റ്റ് ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പിന്നെ ഇനി നമ്മൾ ബാക്ക് ടയറും കൂടി ഫിറ്റ് ചെയ്യും. ഇതാണ് കേട്ടോ നമ്മൾ റോളോണ്ട് ബ്രാസ്കറ്റ് ചേഞ്ച് ചെയ്തത്. അതിൻ്റെ ആ ഒരു കളറ് നല്ല രീതിയിൽ തന്നെ കാണുന്നുണ്ടല്ലോ അല്ലേ. ഇതിൽ എഴുതിയിട്ടുണ്ട് ഓൾറെഡി EFI ആണെന്നുള്ളത്. അതാണ് ഇപ്പോൾ നമ്മൾ മാറ്റിയിട്ട് കാർബറേറ്റർ ആക്കാൻ പോകുന്നത്. ഫ്രണ്ട് ടയർ റേസിൻ്റെ തന്നെയാണ് കേട്ടോ നമ്മൾ ആഡ് ചെയ്തിട്ടുള്ളത്. റേസിൻ്റെ ടയറാകുമ്പോൾ 42 മാസം അൺകണ്ടീഷണൽ വാറൻറ്റി ആൻഡ് 6 years സ്റ്റാൻഡേർഡ് വാറൻറ്റി ആണ് കേട്ടോ വരുന്നത്. അപ്പോൾ ടയറൊക്കെ ആവശ്യമുള്ളവർ നമ്മൾ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. ബാക്ക് ടയറിൻ്റെ ഫിറ്റിംഗ് കഴിഞ്ഞു കേട്ടോ. റേസിൻ്റെ ബാക്ക് ടയറാണ് നമ്മൾ ഫിറ്റ് ചെയ്തിട്ടുള്ളത്. സൈസൊന്നും അപ്പ് സൈസ് ചെയ്തിട്ടില്ല, നോർമൽ സൈസ് തന്നെയാണ് കേട്ടോ. പിന്നെ നമ്മൾ ആ ഫ്രണ്ടിലത്തെ ഷോക്കപ്പും കാര്യങ്ങളൊക്കെ ഒന്ന് ടൈറ്റ് ചെയ്യാണ്. ഹെഡ്ലൈറ്റൊക്കെ നമ്മൾ ഫ്രണ്ടിലത്തെ ഹെഡൊക്കെ ആ ഷോക്കപ്പും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി അഴിച്ച് വെച്ചേക്കായിരുന്നു. ഇനി നമ്മളതൊക്കെ സെറ്റ് ചെയ്യും. ലാസ്റ്റാണ് നമ്മൾ EFI കൺവേർട്ട് ചെയ്യുന്നത് കേട്ടോ. നമ്മളിപ്പോൾ ഇതിൻ്റെ സീറ്റും ടാങ്കും കാര്യങ്ങളൊക്കെ അഴിക്കാൻ പോകാൻ കേട്ടോ. കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഇലക്ട്രിക് പാർട്സൊക്കെ BS3 ആക്കുന്നതുകൊണ്ട് തന്നെ വയറിങ്ങൊക്കെ ചേഞ്ച് ആക്കേണ്ടി വരും അല്ലേ. വയറിങ്ങൊക്കെ ചേഞ്ച് ആക്കേണ്ടി വരും. അപ്പം അത്യാവശ്യം ടൈം എടുക്കുന്ന പ്രോസസ്സാണ്. കാർബറേറ്റർ ഫിറ്റ് ചെയ്യുന്ന ആ ഭാഗത്തുള്ള നമ്മൾ ആ ഒരു ക്യാപ്പും കാര്യങ്ങളൊക്കെ അഴിച്ചിട്ടുണ്ട് കേട്ടോ. നമ്മൾ സീറ്റ് അഴിച്ചുകൊണ്ടിരിക്കുകയാണ്. സീറ്റും ടാങ്കും കാര്യങ്ങളൊക്കെ നമ്മൾ അഴിച്ചു കേട്ടോ. ഇതാണ് ഇതിൻ്റെ ഒരു ബോഡി എന്ന് പറഞ്ഞത്, ചേസും കാര്യങ്ങളൊക്കെ ആയിട്ട്. അപ്പം ഇനി നമ്മൾ വയറിങ്ങിൻ്റെ കാര്യങ്ങളൊക്കെ ശരിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. സീറ്റും ടാങ്കൊക്കെ നമ്മളിവിടെ അഴിച്ചു വെച്ചിട്ടുണ്ട്. നമ്മൾ സൈഡ് ബോക്സിനകത്താട്ടോ ABSൻ്റെ കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ റെഡിയാക്കാൻ വേണ്ടിയിട്ട് ആ ഭാഗത്ത് കൂടെയൊക്കെ നമ്മൾ വർക്ക് ചെയ്യാണ്. അപ്പോൾ ഇത് അത്യാവശ്യം ടൈം എടുക്കുന്ന പ്രോസസ്സ് ആയതുകൊണ്ട് തന്നെ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ലെങ്ത് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. എങ്കിലും ഞാൻ മാക്സിമം കവർ ചെയ്യുന്നുണ്ട്. ഈ ഒരു ഭാഗം മൊത്തമായിട്ട് അഴിഞ്ഞു വന്നു കേട്ടോ. അപ്പോൾ ഇതിലുണ്ടായിരുന്ന പഴയ വയേഴ്സ് എല്ലാം നമ്മൾ ഒഴിവാക്കുകയാണ് കേട്ടോ. ആവശ്യമുള്ളതും ആവശ്യമില്ലാത്തതായിട്ടുള്ള എല്ലാ വയേഴ്സും ഒഴിവാക്കുകയാണ്. കാരണം ഇനി നമ്മളിതിൽ BS3യുടെ പുതിയ വയറിംഗ് കിറ്റാണ് കേട്ടോ ആഡ് ഓൺ ചെയ്യുന്നത്. അപ്പോൾ എല്ലാ വയേഴ്സും ഓരോന്നായിട്ട് നമ്മളിങ്ങനെ ഒഴിവാക്കി വരുന്നുണ്ട്.
ഇവിടെയുള്ള വയേഴ്സും കാര്യങ്ങളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് കേട്ടോ. ഇവിടെ നമ്മൾ എൻടോർക്കിലൊരു നമ്പർ പ്ലേറ്റിൻ്റെ ഫ്രെയിം ഫിറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ റിവിറ്റ് ടൈപ്പാണ്. ആണ് നമ്മൾ ഡ്രില്ലൊക്കെ വഴി ഫിറ്റ് ചെയ്യാൻ പോകുന്നത് കേട്ടോ. നമ്മളിതിൽ പുതിയ ആക്സിലേറ്റർ കേബിൾ ഫിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ കാർബറേറ്ററും കൂടി അതിൽ അറ്റാച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ. ഇതാണ് കേട്ടോ കാർബറേറ്റർ. പിന്നെ അതിൻ്റെ കൂടെ ആക്സിലേറ്റർ കേബിളും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോൾ അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു വർക്ക് നമ്മൾ ഓൾമോസ്റ്റ് ഒരു 3 മണി ആ റേഞ്ചിലാട്ടോ സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ ഇപ്പോൾ ഒരു 5 മണി ആ ടൈം ആയിട്ടുണ്ട്. അപ്പോൾ കടയിൽ അത്യാവശ്യം കസ്റ്റമേഴ്സൊക്കെ വന്നുകൊണ്ട് തന്നെ നമുക്ക് വർക്ക് കുറച്ച് നിർത്തിയിടേണ്ടി വന്നിട്ടുണ്ട്. വർക്കിപ്പം നിർത്തി വെച്ചേക്കാണ് കേട്ടോ. ഇതാണ് കേട്ടോ ഇതിൻ്റെ പുതിയ വയറിംഗ് കിറ്റിൻ്റെ സെറ്റാണ്. അപ്പോൾ ഇതൊക്കെ നമ്മളിപ്പോൾ ഫിറ്റ് ചെയ്യാൻ പോവാണ്. ഓൾറെഡി അവിടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. ഇവിടെ റിവിറ്റിൻ്റെ കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്യാണ്. ഓരോ ഭാഗത്തായിട്ട് വയേഴ്സൊക്കെ നമ്മളിങ്ങനെ കണക്ട് ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ അതാണിപ്പോൾ നമ്മളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. വയേഴ്സ് എല്ലാതും കണക്ട് ചെയ്തതിന് ശേഷം നമുക്ക് ബോഡി ഫിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മൾ വയറും കാര്യങ്ങളൊക്കെ ടൈ വെച്ച് ഒതുക്കി വയ്ക്കുകയാണ്. അത് നോർമലി എല്ലാ വണ്ടിയിലും അങ്ങനെ ചെയ്യാറുണ്ട് കേട്ടോ. പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞത് മാത്രം. അപ്പോൾ അതാണിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഓൾമോസ്റ്റ് നമ്മൾ വയറിങ്ങൊക്കെ സെറ്റ് ചെയ്തിട്ട് കഴിയാനായിട്ടുണ്ട്. കാർബറേറ്ററും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തു. നമ്മൾ ടാങ്ക് വെക്കാൻ പോവാണ് കേട്ടോ. ടാങ്ക് നമ്മൾ ഫിറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ സീറ്റ് വെക്കുകയുള്ളൂ. അത് അഴിക്കുമ്പോഴും അങ്ങനെ തന്നെ ആയിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മൾ ആ ഒരു ഫ്യൂവൽ ടാങ്കും കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്തതിന് ശേഷം അതിൻ്റെ ആ ഒരു പെട്രോൾ യൂണിറ്റിൻ്റെ ഒരു സിസ്റ്റമാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് നമുക്ക് BS6 വണ്ടികളിലാകുമ്പോൾ ഈ ഒരു യൂണിറ്റിൻ്റെ ആവശ്യമില്ല. അതേസമയം BS3 ചേഞ്ച് ചെയ്യുമ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമുണ്ട് കേട്ടോ. അപ്പോൾ സീറ്റും കാര്യങ്ങളൊക്കെ വെച്ചു. പിന്നെ നമ്മൾ കാർബറേറ്റർ ഫിറ്റ് ചെയ്യുമ്പോഴുള്ള പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ കുറയും. പിന്നെ അതുപോലെ തന്നെ ഉള്ള കംപ്ലയിൻസിനൊക്കെ എക്സ്പെൻസീവ് ആയിരിക്കും. BS6 വണ്ടികൾ എന്ന് പറഞ്ഞാൽ കൂടുതലായിട്ട് സെൻസേഴ്സ് അല്ലേ. അപ്പോൾ നമ്മൾ സെൻസേഴ്സൊക്കെ ഒഴിവാക്കിയിട്ട് ഈ ഒരു കാർബറേറ്റർ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് കംപ്ലയിൻസും കുറയും. അങ്ങനെ ഒരുപാട് ഗുണങ്ങളുണ്ട് കേട്ടോ. പിന്നെ ഉള്ള കംപ്ലയിൻസൊക്കെ എക്സ്പെൻസീവ് കുറവായിരിക്കും. ഇടിച്ച വണ്ടികളൊക്കെ എങ്ങനെ കേട്ടോ നമ്മുടെ ഷോപ്പിൽ വരാറ്. എന്തെങ്കിലും പിക്കപ്പിലൊക്കെ കയറ്റിയിട്ട് നമ്മുടെ ഷോപ്പിൽ ഓടുന്ന ഇറക്കാറാണ്. അപ്പോൾ എല്ലാവരും കൂടി ചേർന്നിട്ട് അത് ഇറക്കിയും കൊണ്ട് ഇരിക്കുകയാണ്. ചില വണ്ടികളൊക്കെ ജസ്റ്റ് നമുക്ക് ഓടിച്ച് കൊണ്ടുവരാൻ പറ്റുന്ന ഭാഗത്തിലായിരിക്കും വല്ല ബ്രേക്ക് ഡൗണൊക്കെ ആണെങ്കിൽ. പക്ഷേ ഇത് അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വണ്ടി ഇടിച്ചിട്ടുണ്ട്. വണ്ടിയുടെ ഫ്രണ്ട് ഹാൻഡിലും അതുപോലെ ഹെഡ്ലൈറ്റും പിന്നെ ഇൻഡിക്കേറ്റേഴ്സൊക്കെ നല്ല രീതിയിൽ തന്നെ കംപ്ലൈൻ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളെ വണ്ടി ഒരു ഭാഗത്തുകൊണ്ട് ഒതുക്കി വയ്ക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഈ വണ്ടിയുടെ ഫുള്ളായിട്ടുള്ള വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇത് ഫുൾ കംപ്ലീറ്റഡ് ആയിട്ടാണ് ഇരിക്കുന്നത്. നമ്മൾ ഓടിച്ച് നോക്കി സെറ്റാണ് കാര്യങ്ങളൊക്കെ. അപ്പോൾ ഈ ഒരു കാർബറേറ്ററിലോട്ട് കൺവേർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഗുണങ്ങൾ ഞാൻ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ എങ്കിലും ഒന്നും കൂടി പറയാണ്. ഓൾറെഡി BS6 വണ്ടിയിൽ കൂടുതലായിട്ട് സെൻസറിങ് ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. അപ്പോൾ നമ്മളത് മൊത്തമായിട്ട് ചേഞ്ച് ആക്കിയിട്ട് BS3 വയറിംഗ് കിറ്റും അതുപോലെ തന്നെ ഫ്യൂവൽ പമ്പ് മാറ്റിയിട്ട് നമ്മളൊരു പെട്രോൾ യൂണിറ്റും കൂടി ആഡ് ഓൺ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് കംപ്ലയിൻസ് കുറയുന്നതാണ്. അതുപോലെ തന്നെ ആ കംപ്ലയിൻറ്റിൽ വരുന്ന എക്സ്പെൻസ് സെൻസറിങ് ആണെങ്കിൽ കംപ്ലയിൻറ്റിൽ വരുന്ന എക്സ്പെൻസ് കൂടുതലാണ്. അപ്പോൾ നമുക്ക് കാർബറേറ്ററിലോട്ട് വന്നു കഴിഞ്ഞാൽ കംപ്ലയിൻസിൻ്റെ എക്സ്പെൻസും കുറയും കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഒരുപാട് കസ്റ്റമേഴ്സ് നമുക്ക് എൻക്വയറി ഉണ്ട് കാർബറേറ്ററിലോട്ട് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി. ഇതിൽ നമ്മൾ ജസ്റ്റ് ഒരു റോളോൻ്റെ ചെയിൻ സ്പോക്കറ്റും ആഡ് ഓൺ ചെയ്തു. അതുപോലെ തന്നെ നമ്മൾ അലൈൻമെൻറ്റിന് ശേഷം 2 ടയറും ആഡ് ഓൺ ചെയ്തിട്ടുണ്ട് റേസിൻ്റെ. പിന്നെ സ്റ്റെമ്മും കാര്യങ്ങളൊക്കെ നമ്മൾ ക്ലിയർ ചെയ്തു. ഇപ്പോൾ ക്ലീൻ ആക്കി നമ്മളെല്ലാ സെറ്റപ്പും ആക്കിയിട്ടാണ് വണ്ടി വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെയൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഷോപ്പ് വിസിറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ഇതുപോലെ യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് കാണുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ മസ്റ്റായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനും ഫാമിലീസിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇനിയും നല്ല നല്ല വീഡിയോസ് ആയിട്ട് വരുന്നതായിരിക്കും. ഇറ്റ്സ് ബൈ ഫ്രം Garage 51.